ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പെട്രോൾ പമ്പുകളിലെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ 8 എളുപ്പവഴികൾ. പെട്രോളിനും ഡീസലിനുമൊക്കെ വില കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനാൽ ഓരോ തുള്ളിയും അമൂല്യമായി സൂക്ഷിക്കേണ്ട കാലം. പലപ്പോഴും പെട്രോൾ പമ്പുകളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ മറ്റു ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഓരോ തുള്ളി ഇന്ധനവും അമൂല്യമായ കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് അനായാസം രക്ഷപ്പെടാം. വ്യത്യസ്ത പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുക. പതിവായി വീടിനോ ഓഫീസിനോ അടുത്ത് നിന്ന് സ്ഥിരം ഇന്ധനം നിറയ്ക്കുന്നവരാകും നമ്മളിൽ പലരും. അങ്ങനെയുള്ളവർ കുറച്ചു ദിവസം വ്യത്യസ്ത പമ്പുകളിൽ നിന്നായി ഇന്ധനം വാങ്ങുക. അപ്പോൾ ഏറെക്കുറെ ഏത് പമ്പിലാണ് കുറവ് ഇന്ധനം ലഭിക്കുന്നതെന്ന കാര്യം വ്യക്തമാകും. ശേഷം നിങ്ങൾക്ക് ഏത് പമ്പ് വേണമെന്ന് തീരുമാനിക്കാം. റൗണ്ട് ഫിംഗർ. ഒരിക്കലും 100, 200, 500 പോലെയുള്ള സംഖ്യകൾക്ക് ഇന്ധനം വാങ്ങാതിരിക്കുക. 120, 206, 324, 455 രൂപ പോലെയുള്ള തുകയ്ക്ക് ഇന്ധനം ആവശ്യപ്പെടുക. സിസ്റ്റം റീസെറ്റ്. സിസ്റ്റം റീസെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മെഷീനിലെ അളവ് കാണിക്കുന്ന ഭാഗം 0 ആണെന്ന് ഉറപ്പിക്കുക. പുറത്തിറങ്ങി നിൽക്കുക. കാറിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ധനം നിറയ്ക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. മെഷീനിലെ അളവ് മാറുന്നതും പൈപ്പിലും ശ്രദ്ധിക്കണം. മറ്റ് ജീവനക്കാരോട് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ വാഹനത്തിൽ ഒരു ജീവനക്കാരൻ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ മറ്റൊരു ജീവനക്കാരൻ പേയ്മെന്റിനെ പറ്റിയോ മറ്റോ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചേക്കാം. ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമാണ്. അതിനാൽ ഈ സമയത്ത് സംസാരിക്കാതിരിക്കുക. നോസിൽ പെട്ടെന്ന് എടുപ്പിക്കരുത്. ഇന്ധനം നിറച്ചയുടൻ നോസിൽ ടാങ്കിൽ നിന്നും എടുത്തു മാറ്റാൻ അനുവദിക്കരുത്. നിങ്ങൾ നൽകുന്ന പണത്തിനുള്ള ഇന്ധനം പൈപ്പിൽ അവശേഷിക്കുന്നുണ്ടാകാം. അവസാന തുള്ളിയും ടാങ്കിൽ വീണെന്ന് ഉറപ്പാക്കിയ ശേഷം വേണം നോസിൽ പുറത്തെടുക്കാൻ. കാർഡ് ഉപയോഗിക്കുക. കാർഡ് ഉപയോഗിച്ചുള്ള പണമിടപാട് കറൻസി നോട്ട് നൽകുന്നതിനേക്കാൾ ഉചിതം. ഉദാഹരണത്തിന് നിങ്ങൾ നിറച്ചത് 1702 83 പൈസയ്ക്കുള്ള ഇന്ധനമാണെന്നിരിക്കട്ടെ. അപ്പോൾ പമ്പ് ജീവനക്കാരൻ പറയും 1710 രൂപയ്ക്ക് റൗണ്ട് ചെയ്ത് എന്ന്. ഒരിക്കലും ഈ കെണിയിൽ വീഴരുത്. കാരണം ഒരിക്കൽ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ റീസെറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് ചുരുക്കം. വാഹനവും മെഷീനും തമ്മിലുള്ള അകലം. ഏകദേശം പൈപ്പിന്റെ നീളം കണക്കാക്കി മെഷീനിൽ നിന്ന് അകറ്റി വേണം വാഹനം നിർത്താൻ. പൈപ്പിൽ ഇന്ധനം അവശേഷിക്കുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പൈപ്പ് വളഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ നൽകുന്ന പണത്തിനുള്ള ഇന്ധനം പൂർണ്ണമായും ടാങ്കിൽ വീഴില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.